ചിറ്റേ സുധേ സുധേ ഒന്നുമില്ല, ഓവർ സ്ട്രെയിൻ കൊണ്ടാ. കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും. നമുക്ക് അങ്ങോട്ട് കിടത്താം. ഹരി, ഹരി പോയി കിടന്നോളൂ. ഞാനൊന്നും മയങ്ങി പോയി, സോറി. എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത്? എനിക്ക് ആശ്വാസമുണ്ട്. സാരമില്ല, സാറ് വരുന്നവരെ ഞാൻ ഇരിക്കാം. ഏയ്, ദാഹമുണ്ട്. കിടന്നോളൂ, ഞാൻ എടുത്തുതരാം. മതി. പനിയൊട്ടുമില്ല, പാദത്തിൽ ഇത്തിരി നീരുണ്ട്, കുറച്ചുള്ളൂ, നാളേക്ക് പറ്റും. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും പത്മാ സുബ്രഹ്മണ്യത്തോടും ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ. തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ? ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക, ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി? ഹരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാൻ ഉണ്ടല്ലോ. ഓ,
എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്. അമ്മോ, ദാ ഇത് വായിച്ചോ? ഞാൻ കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല. ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ്. ക്രെഡിറ്റ് ഹരിക്കാണ്. ഹരിക്ക് വലിയ ഭാവിയുണ്ട്. അമ്മുന്റെ ഭാഗ്യം. നിർഭാഗ്യാണോന്ന് ആർക്കറിയാം? അതെന്താ അമ്മോ അങ്ങനെ? വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും. മറക്കാൻ പാടില്ലാത്തത് മറക്കും. ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉറപ്പ് എനിക്കില്ല. എന്താ നിനക്കുന്നൊരു മൂഡൌട്ട്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ല. പിന്നെ എന്താ? അമ്മയോട് പറ. ഒന്നുമില്ല അമ്മായി. നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും. അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും. അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മായിയും ഹരിയേട്ടനെയും പറ്റി. ആര് ആര് പറഞ്ഞു? ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കും പാലിച്ചാ മതി. ചേകി മിനുക്കണുണ്ടല്ലോ. മതി. ആരെ കാണിക്കാനാ? നിന്നെയല്ല. അതെനിക്കറിയാം. ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഊട്ടി. ഇതേതാ ഈ ഷർട്ട്? ചിറ്റയുടെ പ്രസന്റാ. എങ്ങനെയുണ്ട്? ഒരു വൃത്തിയില്ല. നിനക്ക് വല്ല കലാബോധം ഉണ്ടോ? ഇത് ഇടണ്ട. സത്യമായിട്ട് ഒരു ഭംഗിയില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സഹിച്ചു. ഇത് ഇടണ്ട. വേറെ ഷർട്ട് ഇട്ടാ മതി. ഇത്ര ദുശ്ശാഠ്യം പാടില്ല പെൺകുട്ടികൾക്ക്. പിന്നെ പനിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീര് പറ്റി. വേദന എങ്ങനെയുണ്ട്? കുറഞ്ഞു. പത്രങ്ങളൊക്കെ തകർത്ത് എഴുതിരിക്കാനുള്ള. അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം. ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാന്നായിരിക്കണം. അതൊന്നും വേണ്ട. ചിലപ്പോ ഞാൻ ഇനി ചെലങ്ക കിട്ടിയില്ലെന്ന് വരും. അതെന്താ? ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം. ഞാനുണ്ടാവും. ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ. അത് ഹരിയുടെ ഭാവിയെ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാ മതി എനിക്ക്. ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടുത്തുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക? ഞാൻ വരും. എവിടെയായിരുന്നാലും, എത്ര പ്രശസ്തനായിരുന്നാലും വരും, പാടും.
ഒതുങ്ങിക്കൂടുകയാണ് ഹരി. അതാണ് നല്ലത്. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ചിറ്റി എന്തോ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? സാറുമില്ല തൃപ്തി പറഞ്ഞു? ഇല്ല. അമ്മൂല്ല മണ്ടത്തരവും? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മടുത്തു, അത്ര തന്നെ. ഞാനത് വിശ്വസിക്കില്ല. നോക്കൂ, ഇവിടെ എനിക്ക് സ്വർഗമാണ്. ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ്. ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം. മറ്റൊന്നും എനിക്ക് വേണ്ട. ചിറ്റേ, എന്തിനാ കരയുന്നത്? ഹരി പൊയ്ക്കോളൂ.